ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? റാഹത്തല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മന്തി റെസിപ്പിയാണ്. ചിക്കൻ മന്തിയാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സ്മോക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു മെഷറിങ് കപ്പിൽ, ഇതൊരു 200 ഗ്രാം മെഷറിങ്ങിൻ്റെ കപ്പാണ് കേട്ടോ. അതിൽ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 400 ഗ്രാം അരിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെന്ത് ചെയ്യും, നല്ലപോലെ കഴുകി ഒരു 3 വട്ടം കഴുകിയിട്ട് എന്ത് ചെയ്തെന്ന് റൈസ് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതരിയായിട്ട് എടുക്കാം കേട്ടോ. വലിയ അരി, പല ടൈപ്പുള്ള അരി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ ഇതൊരു എന്താ ചെയ്യുക, 30 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ നമുക്ക് എന്ത് ചെയ്യുക, റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ പീസൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് എരിവും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ദെൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുക, ചിക്കനിലേക്ക് വെൽ മാരിനേറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ സ്പൈസസിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മന്തി മസാല ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് കേട്ടോ കുരുമുളക് പൊടി. എരിവിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇടാം. മക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എടുത്തിട്ടുണ്ട്. ദെൻ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുഴുവൻ പെരുംജീരകമാണ് കേട്ടോ. മുഴുവൻ പെരുംജീരകം അതും 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ദെൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി ക്യൂബ് ഒരെണ്ണമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാഗി ക്യൂബ് ഉപ്പുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ വോൾ സ്പൈസസ് ആയിട്ട് പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതന്നെ എനിക്ക് ആവശ്യം വന്നുള്ളൂ, പിന്നീട് ഇടേണ്ടി വന്നില്ല കേട്ടോ. നല്ലപോലെ കുഴച്ച് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാം. ഒന്ന് തണുപ്പായിട്ട് വരട്ടെ. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം കേട്ടോ. ഇനി നമുക്ക് 30 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. ഈ കടായിൽ തന്നെ കേട്ടോ നമ്മൾ മന്തി സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചിക്കനൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിൽമ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മണമുള്ള ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഒലിവ് ഓയിലോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യണ്ട. സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എന്ത് ചെയ്യാം, ഇതൊന്ന് 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമുക്കിതൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ആ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വേറൊരു പാത്രത്തിൽ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓൾ സ്പൈസസ് ആയിട്ട് പെരുംജീരകവും ഏലക്കായി, ഗ്രാമ്പു, പട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദെൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ അരി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ എന്ത് ചെയ്യുക, നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. 80% റൈസ് വേവിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ അതങ്ങനെ സെറ്റായിക്കോളും. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചിക്കനൊക്കെ സൂപ്പറായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, യെല്ലോ കളർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്ത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ ഓപ്ഷണലാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് യെല്ലോ കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഫോയിൽ പേപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഫോയിൽ പേപ്പറായിട്ട് കവർ ചെയ്തിട്ടുള്ളത് എനിക്ക് സ്മോക്കി സ്മെല്ല് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോക്കി സ്മെൽ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ റൈസൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചിക്കനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നല്ലൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഇനിയും ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ. പിന്നെ നമുക്ക് നല്ല ഫ്ലേവറായിട്ടുള്ള റൈസ് തന്നെയാണ്. നമ്മളിതിൽ ഗീ ആഡ് ചെയ്തതിൻ്റെ കൊടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ ഇതിൽ സൂപ്പറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ഫോർ മോർ. ബൈ.